2025 ജൂൺ 12 എയർ ഇന്ത്യ ഫ്ലൈറ്റ് -171 അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പറന്നുയർന്ന് മിനിറ്റുകൾക്ക് ശേഷം തകർന്നു വീണു. വിമാനത്തിൽ 242 പേർ ഉണ്ടായിരുന്നു. ഒരാൾ മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ. ഒരിക്കലും നാട്ടിലേക്ക് മടങ്ങാത്തവരുടെ കഥയാണിത്. അത് അവരുടെ അവസാന വിമാനമാണെന്ന് അവർ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല. 40 വയസ്സുള്ള ബ്രിട്ടീഷ് പൗരനായ രമേശ് എക്സിറ്റിനടുത്തായിരുന്നു ഇരുന്നത്. അത്ഭുതകരമായി ചെറിയ പരിക്കുകളോടെ അദ്ദേഹം രക്ഷപ്പെട്ടു. 242 പേരുടെ കൂട്ടത്തിൽ അദ്ദേഹം മാത്രമാണ് രക്ഷപ്പെട്ടത്. ഇംഗ്ലണ്ടിൽ നിന്നുള്ള 8 വയസ്സുള്ള കുട്ടിയുടെ അമ്മയായ 40 വയസ്സുള്ള അബ്ദി പട്ടേൽ രോഗിയായ അമ്മയെ പരിചരിച്ച ശേഷം ഇംഗ്ലണ്ടിലേക്ക് മടങ്ങുകയായിരുന്നു. ഇംഗ്ലണ്ടിൽ നിന്നുള്ള ഒരു യുവ ദമ്പതികളായ ഹാർദിക് 27, വിഭൂതി 28 എന്നിവർ അടുത്തിടെ ഇന്ത്യയിലേക്കുള്ള യാത്രയ്ക്കിടെ വിവാഹനിശ്ചയം നടത്തിയിരുന്നു. ദാരുണമായി അവർ ഇരുവരും ഈ അപകടത്തിൽ മരിച്ചു. 4 MBBS വിദ്യാർത്ഥികൾ മരിച്ചു. ജയപ്രകാശ് ചൌധരി, മാനവ് ഭാദു, ആര്യൻ രജ്പുത്, രാകേഷ് ദിയോർ. കൂടാതെ വിജയ് മെഡിക്കൽ കോളേജ് കാമ്പസിൽ താമസിക്കുന്ന ഡോക്ടർമാരുടെ 5 ബന്ധുക്കളും കൊല്ലപ്പെട്ടു. ബ്രിട്ടീഷ് ദമ്പതികളായ അഖിൽ നനബാവയും ഭാര്യ ഹന്ന വോറാജിയും മകളോടൊപ്പം ഇന്ത്യയിലേക്കുള്ള ഒരു യാത്രയിലായിരുന്നു. ലണ്ടനിലേക്കുള്ള മടക്കയാത്രയിലായിരുന്നു അവർ. ദാരുണമായി അവർ അപകടത്തിൽ മരിച്ചു. മുത്തശ്ശിയുടെ ജന്മദിനം ആഘോഷിക്കാൻ വന്ന് ലണ്ടനിലേക്ക് മടങ്ങുകയായിരുന്ന 2 സഹോദരിമാരായ ധീർ ബക്ഷി എന്നിവരാണ് അപകടത്തിൽ മരിച്ചത്. 2025 ജനുവരിയിൽ വിവാഹിതയായ ഖുഷ്ബു രാജ് പുരോഹിത് ഭർത്താവിന്റെ അടുത്തേക്ക് ആദ്യമായി ലണ്ടനിലേക്ക് പറക്കുകയായിരുന്നു. ഖുഷ്ബുവിന്റെ അടുത്ത് നിൽക്കുന്ന ആൾ അവളുടെ അച്ഛനാണ്. ഖുഷ്ബു അപകടത്തിൽ ദാരുണമായി മരിച്ചു. ലണ്ടനിൽ പുതിയൊരു കുടുംബം തുടങ്ങാൻ പോകുന്ന കുടുംബമാണ് ഡോക്ടർ പ്രതീക് ജോഷിയും ഡോക്ടർ കോമി വ്യാസും. ഭർത്താവിനൊപ്പം ലണ്ടനിലേക്ക് പോകുന്നതിനായി ഡോക്ടർ കോമി വ്യാസ് അടുത്തിടെ ജോലി രാജിവെച്ചു. 2 ഡോക്ടർമാരും അവരുടെ 3 കുട്ടികളും ഈ അപകടത്തിൽ മരിച്ചു. 28-കാരിയായ ഭൂമി ചൗഹാന് കനത്ത ഗതാഗതക്കുരുക്ക് കാരണം വിമാനയാത്ര നഷ്ടമായി. ആ സംഭവത്തെ അവർ ഒരു അത്ഭുതം എന്ന് വിളിച്ചു. വിധിയുടെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു പ്രഹരമായിട്ടാണ് അവർ ആ അനുഭവത്തെ വിശേഷിപ്പിച്ചത്. രോഗിയായ അമ്മയോടൊപ്പം താമസിച്ചതിനാൽ 34-കാരനായ ജയേഷ് റാംജിക്ക് അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞു. 4 ദിവസത്തിനു ശേഷം അദ്ദേഹം ധൈര്യത്തോടെ -159 വിമാനത്തിൽ കയറി. വിസ കാലതാമസം, കുടുംബ കാരണങ്ങളാൽ കാലതാമസം, അവബോധം അല്ലെങ്കിൽ ഗേറ്റ് സമയ പ്രശ്നങ്ങൾ എന്നിങ്ങനെ വിവിധ അപ്രതീക്ഷിത കാരണങ്ങളാൽ 7 പേർ വിമാനം നഷ്ടപ്പെടുത്തി ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ഓരോരുത്തരും തങ്ങളുടെ ജീവൻ രക്ഷിച്ചതിന് അവരുടെ ചെറിയ കാലതാമസത്തെ പ്രശംസിച്ചു. ഫ്ലൈറ്റ് -171 കോക്പിറ്റിൽ 2 പുരുഷന്മാരുണ്ടായിരുന്നു. ക്യാപ്റ്റൻ സുമീത് സബർവാളും ഫസ്റ്റ് ഓഫീസർ ക്ലൈവ് കുന്ദറും. എയർ ഇന്ത്യയുടെ ഏറ്റവും പരിചയസമ്പന്നരായ 787 പൈലറ്റുമാരിൽ ഒരാളായ ക്യാപ്റ്റൻ സബർവാളിന് 8200-ലധികം പറക്കൽ മണിക്കൂറുകൾ ഉണ്ടായിരുന്നു. ക്ലൈവ് പ്രായം കുറഞ്ഞവനായിരുന്നു. സ്വപ്നങ്ങളും അത്രയും ഉയരത്തിൽ പറന്നു. ദുരന്തം സംഭവിച്ച നിമിഷം, അവസാന നിമിഷം വരെ അവർ പോരാടി. അവർ മെയ്ഡേ ആഹ്വാനം ചെയ്തു. വിമാനത്തെ സ്ഥിരപ്പെടുത്താൻ ശ്രമിച്ചു. എന്നാൽ ചിലപ്പോൾ ഏറ്റവും മികച്ചവർക്ക് പോലും വിധിയോട് പോരാടാൻ കഴിയില്ല. അവർ അതിജീവിച്ചില്ല. പക്ഷേ അവർ തളർന്നില്ല. ഇന്ന് പൈലറ്റുമാരായി മാത്രമല്ല, അവരുടെ അവസാന പറക്കലിലെ വീരന്മാരായും നമ്മൾ അവരെ ഓർക്കുന്നു. 10 ക്യാബിൻ ക്രൂ അംഗങ്ങളുടെ ഒരു സമർപ്പിത സംഘം വിമാനത്തിൽ യാത്രയിൽ പങ്കെടുത്തു. ശ്രദ്ധ ധവാൻ, 44, മുംബൈയിൽ നിന്നുള്ള സീനിയർ എയർ ഹോസ്റ്റസ്. സൈനീത ചക്രവർത്തി, 35, മുംബൈയിൽ നിന്നുള്ള. റോഷ്നി രാജേന്ദ്ര സോങ്കാരെ, മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഒരു ജനപ്രിയ യാത്രാ സ്വാധീനകയും ക്യാബിൻ ക്രൂ അംഗവുമാണ്. യാത്രാ ഉള്ളടക്കം ഓൺലൈനിൽ പോസ്റ്റ് ചെയ്യുന്നതിലൂടെ അറിയപ്പെടുന്ന അവർക്ക് 54,000-ലധികം ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. മണിപ്പൂരിൽ നിന്നുള്ള നഗന്തോയ് കോംബ്രൈലാപാം ശർമ്മയും ലാമുന്തിം സിംഗ്സണും. ദീപക് പഥക്, അപർണ മഹാദിക്, മൈഥിലി പാട്ടീൽ, ഇർഫാൻ ഷെയ്ഖ്, മനീഷ താപ്പ എല്ലാവരും യാത്രക്കാരുടെ പരിചരണത്തിൽ പ്രതിജ്ഞാബദ്ധരായ പരിചയസമ്പന്നരായ ടീം അംഗങ്ങളാണ്. ആ ഭയാനകമായ അവസാന നിമിഷങ്ങളിൽ വിമാനം തകർന്നു വീണപ്പോഴും അവർ യാത്രക്കാർക്ക് വഴികാട്ടിയും ആശ്വസിപ്പിച്ചും സംരക്ഷിക്കാൻ ശ്രമിച്ചും കൂടെ നിന്നു.
ചായയും സുരക്ഷാ നിർദ്ദേശങ്ങളും മാത്രം വിളമ്പിയില്ല അവർ, എല്ലാം നൽകി. ഇന്ന് അവർ എങ്ങനെ മരിച്ചു എന്നതിന്റെ പേരില, മറിച്ച് എങ്ങനെ ജീവിച്ചു എന്നതിന്റെ പേരിലാണ് നമ്മൾ അവരെ ഓർക്കുന്നത്. ധൈര്യത്തോടെയും പ്രതിബദ്ധതയോടെയും. അപകടത്തിനു ശേഷമുള്ള ദിവസങ്ങളിൽ അന്താരാഷ്ട്ര വാർത്താ സ്രോതസ്സുകളിൽ നിന്നും മാധ്യമങ്ങളിൽ നിന്നുമാണ് ഈ കഥകൾ പുറത്തുവന്നത്. അവ അതിജീവനത്തിന്റെ വലിയ ദുരന്തവും വേട്ടയാടുന്ന നിമിഷങ്ങളും എടുത്തുകാണിക്കുന്നു. പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായാണ് അവർ യാത്ര തിരിച്ചത്. പക്ഷേ വിധിക്ക് വേറെയും പദ്ധതികളുണ്ടായിരുന്നു. നമുക്ക് അവരുടെ പേരുകളും കഥകളും ഓർമ്മിക്കാം. അവർ അവശേഷിപ്പിച്ച നിശബ്ദത ഒരിക്കലും മറക്കരുത്.